ഇതാ ഇപ്പോൾ നെടുമങ്ങാട് ആശുപത്രിയിൽ പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചികിത്സാ പിഴവിൽ നവജാത ശിശു മരിച്ച ആ ദയനീയമായ സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്ന അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഡോക്ടർ ബിന്ദു സുന്ദറിന് വീഴ്ച പറ്റിയെന്നാണ് അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പ്രസവ ശസ്ത്രക്രിയ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായതായും ശസ്ത്രക്രിയ ചെയ്യാൻ നേരത്തെ തീരുമാനമെടുക്കാമായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ദിൽന തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ദിൽന, ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. ഒപ്പം തന്നെ ആ അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ദിൽന, കേൾക്കാമോ? മനു, നെടുമങ്ങാട് നവജാത ശിശു മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ 3 അംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് ഡോക്ടർ ബിന്ദു സുന്ദർ, നമുക്കറിയാം ഡോക്ടർ ബിന്ദു സുന്ദർ സസ്പെൻഷനിലായിരുന്നു. ഈ ബിന്ദു സുന്ദറിന് വീഴ്ച പറ്റി എന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഈ ശസ്ത്രക്രിയ ഈ പ്രസവം നടത്താൻ, സിസേറിയൻ നടത്താൻ വൈകി എന്നാണ് പറയുന്നത്. നമുക്കറിയാം പുലർച്ചെ ലേബർ റൂമിൽ കയറ്റി 2 മണിയോടുകൂടിയാണ് സിസേറിയൻ നടത്തുന്നത്. അപ്പോൾ തന്നെ കുടുംബാംഗങ്ങൾ പറയുന്നത് പോലുള്ള ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നുള്ള ഒരു രീതിയിൽ കുടുംബാംഗങ്ങൾ ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നു. അതിനുശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിലായി വരുന്നത് ഈ ഡോക്ടർ ബിന്ദു സുന്ദറിന് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതായത് കുട്ടിക്ക് വളർച്ച കുറവായിരുന്നു എന്ന അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രസവ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി ഒരു കാലതാമസം നേരിട്ടു എന്നതും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അതായത് മുൻകൂട്ടി സമയം തീരുമാനിക്കേണ്ടതായിരുന്നു, പക്ഷേ ഈ കാലതാമസം നേരിട്ടു എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ പുലർച്ചയ്ക്ക് ലേബർ റൂമിൽ കയറ്റിയ ഒരു സ്ത്രീയെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ ഒരു സിസേറിയൻ നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും അന്വേഷണ ഉത്തരവിട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ നെടുമങ്ങാട് ജില്ലാ കോടതിയിലെ ഈ ഒരു പ്രസവ ശസ്ത്രക്രിയയിലെ പിഴവ്, കുഞ്ഞ് മരിച്ച സംഭവത്തിൽ വലിയ തരത്തിലുള്ള നടപടി തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3 അംഗ സംഘം അന്വേഷിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പുറത്തു വരുന്നത്. അതായത് ഈ ഡോക്ടർ ബിന്ദു സുന്ദറിന് വ്യക്തമായ വീഴ്ച തന്നെ ഈ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. മനു, ശരി, ഏതായാലും ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിവരങ്ങളാണ് ഇപ്പോൾ ദിൽന നമുക്ക് നൽകിയത്.